അങ്ങനെ കളങ്കിതനായ ധാർമ്മികമായ അപഭ്രംശം സംഭവിച്ച ഒരാള് യാതൊരു നാണവും ഇല്ലാതെ ഉളുപ്പില്ലാതെ നിയമസഭയിൽ നെഞ്ചുവിരിച്ച് കയറിയൊന്നെന്ന് പറഞ്ഞാൽ അതിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആളുകളും ലജ്ജിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ എ ജയശങ്കർ. ഇപ്പൊ VD സതീശന്റെ വാക്കുകളോട് ഹൂ കേസ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയല്ലേ രാഹുലിന്റെ ഈ തിരിച്ചുവരവ് സഭയിലേക്ക്? തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ഈ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് കൊണ്ടുപോയി നിർത്തി ജയിപ്പിച്ചത് സതീശനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഉചിതമായ ഒരു പാരിതോഷികമാണ് ഇപ്പൊ രാഹുൽ കൊടുത്തിട്ടുള്ളത്. ഇനി മേലെങ്കിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പൂർവ്വചരണം സംഘടിപ്പിക്കുമ്പോഴും ഒക്കെ പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഓർക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭരണപക്ഷത്തെ സംബന്ധിച്ച് നോക്കൂ, ഈ നിയമസഭാ സമ്മേളനം ഈ പോലീസിന്റെ ക്രൂരതകൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ, അങ്ങനെ എത്രയോ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉയർത്താനുള്ള സഭാ സമ്മേളനമാണ്. പക്ഷെ അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ വിഷയത്തിലേക്ക് ഒരുപക്ഷെ ചുരുങ്ങിപ്പോയേക്കാം. ഭരണപക്ഷത്തെ സംബന്ധിച്ച് എന്തൊരു നല്ല ആയുധമാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നുള്ളതല്ല, ഭരണപക്ഷത്തിരിക്കുന്നതിൽ ഇതിലും വഷളന്മാരായ ആളുകൾക്ക് ഇപ്പൊ അതിനെക്കുറിച്ചല്ല പറയും. പക്ഷെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാർമ്മിക അടിത്തറക്കേറ്റ വലിയൊരു വിള്ളലാണ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആരോപണങ്ങളും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തായി. അപ്പൊ അദ്ദേഹം അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സഭയിൽ വരാതിരുന്നെങ്കിൽ അത് പ്രതിപക്ഷത്തിന് ഒന്നുകൂടി ആ ഒരു മൊറൽ ബൂസ്റ്റർ ആകുവാൻ. ഇപ്പൊ സംഭവിച്ചത് മറിച്ച അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ പുറത്താക്കപ്പെട്ട പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ ആശീർവാദത്തോടും ഒത്താശയോടും കൂടി സഭയിൽ വന്നിരുന്നു ഇതേ പ്രതിപക്ഷത്തെ തന്നെ കൊഞ്ഞനം കാണിക്കുന്ന സംഭവങ്ങൾ ഇപ്പൊ നടക്കുന്നു. അദ്ദേഹത്തെ സാങ്കേതികമായി പുറത്താക്കി, അല്ലെങ്കിൽ വേറെ ബ്ലോക്കായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന ചോദ്യമുണ്ട്. അദ്ദേഹം എങ്ങനെ MLA ആയി? ആരാണ് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്? ആരാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്, ജയിപ്പിച്ചത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കല്ലേ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അത് പ്രതിപക്ഷം ഇന്ന് ഉയർത്തുന്ന എല്ലാ വിഷയങ്ങളുടെയും ഒരു ധാർമ്മികത അല്ലെങ്കിൽ വിഷയം ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായി. അപ്പൊ അതല്ല, പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ ഇയാൾക്ക് സർവ്വവിധത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയാണ്. അതായത് മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കാണണം എന്നുള്ള ചില അമ്മായി അമ്മമാരുടെ പഴയ കാലത്തെ മനസ്സിലാണ് ഈ നേതാക്കന്മാരെ ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോളൂ ശ്രീ ജയശങ്കർ. KM മാണിക്കെതിരെ സഭയിൽ വലിയ പ്രതിഷേധം, വലിയ രീതിയിൽ കയ്യേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയപ്പോൾ അന്നത്തെ UDF MLA മാർ നിരന്നു നിന്നൊരു പ്രതിരോധ കവചമൊക്കെ തീർത്തിരുന്നു. നാളെ ആ രീതിയിലേക്ക് പോയാൽ കോൺഗ്രസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ രാഹുലിന് വേണ്ടി? കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി ഒരു പ്രവചനം നടത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷേ CPM-കാർ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തെ ഒരു തരത്തിലും ഉപദ്രവിക്കും, അദ്ദേഹത്തെ തടയുകയോ ചെയ്യില്ല. കാരണം അദ്ദേഹം അവിടെ വന്നിരിക്കേണ്ട അവരുടെ ആവശ്യം. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ രാജിവെക്കില്ലേ എന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം നിയമസഭയിൽ വന്നാൽ എന്നുള്ള ചോദ്യം എത്തുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ വരണേ, എല്ലാ ദിവസവും മുടങ്ങാതെ വരണേ, സഭാ സമ്മേളനം തീരുന്നവരെ എല്ലാ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കണേ എന്നാണ് അവരുടെ ആഗ്രഹം, അതാണ് അവരുടെ പ്രാർത്ഥന. അവർക്ക് എത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ എന്ന് പറയുന്നത് CPM-കാരും മറ്റു ഇടതുപക്ഷ പാർട്ടിക്കാരും.